വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം കണ്ടാലൊരു കോലം ഇടിവെട്ടി തിളങ്ങണ നേരം ഇൻഡാസ് ഗിയറിൽ നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ അവതാളം അടിമുടി പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരനിവൻ അയ്യോ വെറും പാവം ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം പൊല്ലാപ്പിലാകണ വല്ലാത്ത പഹയന്റെ കൂടെ കലികാലം അരവയർ നിറക്കാൻ കുടുകുടു ശകടം ഓടാത്ത വഴിയൊന്നുമില്ല പാവം കേൾക്കാത്ത വഴിയൊന്നുമില്ല ഒരു മുഴങ്ങാവും ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ അയ്യോ കറങ്ങണ്ണ് ദുനിയാവ് കൂടെ ആടും പാമ്പിന്റെ മുന്നിൽ പാമ്പാട്ടി പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ എമ്മൈറ്റി മൂസ ഇവൻ എമ്മൈറ്റി മൂസ 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 മൊബൈലോ എന്താ മൂസേ? ഏയ് ഒന്നുമില്ല. അത് വെറുതെ നണ്ട് ആനമുട്ട എന്തേ വേണോ? പുഴുങ്ങി തിന്ന. ഇതൊക്കെ തമാശ ആയിരിക്കില്ലേ? മീനൊക്കെ ഇപ്പൊ എന്താ വില? എന്തേ മീൻ വേണോ? മീനൊന്നും വേണ്ട മൂസ, വില ചോദിച്ചാ. ആ വേണ്ടെങ്കിൽ ഈ വാങ്ങണ്ട. ഓ എന്നെ ചുറ്റിപ്പറ്റി നിൽക്കാണ്ട് അനക്കാണ്ട് പോയിക്കൂടെ? മൂസ എന്തിനാ അവിടെ നിൽക്കുന്ന? അതാ എനിക്കറിയണ്ട്. എനിക്കൊന്ന് മൂത്രയിക്കണം. ഈ കമ്പനിക്ക് വരുന്നോ? രാവിലെ തന്നെ ഓരോരുത്തർ ഇറങ്ങിക്കോളൂ. പോയല്ലോ അല്ലേ? ഇന്നിനി എന്തിനാ മീൻ വെക്കണ്? ഒരു സ്ലേറ്റിന് എത്ര ഉണ്ട്? കൊമ്പൻ സ്രാവന്യാ. പാത്തോ പാത്തോ ഇങ്ങോട്ട് വാടി. മീൻ മുഴുവൻ ബാക്കിയാണല്ലോ. ഇന്ന് എന്തിനാ മീൻ വെക്കണേ? മീനിനെക്കാളും വലിയ സാധനം ചൂണ്ടേ കുടുങ്ങിയില്ലേ? എന്ത് സാനു? എന്താ നോക്കി വലിയ വിലന്റെ തോണ്ടി വിളിക്കണ ഫോണാ. മൂസക്കായി നിങ്ങക്ക് ഇത്രയും മോഹബത്ത് എന്നോടുണ്ടെന്ന് ഞമ്മള് വിചാരിച്ചില്ലേനു. ചെറിയ വെലന്റെ ഒരു ഫോൺ മതിയേനു, ഇത്രയും വലിയ ഒന്നും മാണ്ടായിനു. അമ്പടെ പുളുസു ഇതനക്ക് വാങ്ങിയല്ല, ഇത് നമുക്ക് റോട്ടുമെന്ന് വീണിട്ടിയതാ. ഇത് വിറ്റ നല്ല പൈസ ഇട്ടും പാത്തുവോ. അങ്ങോട്ടൊക്കെ ചെന്നാ മതി. നിങ്ങക്ക് ഗോതമ്പുണ്ടെന്ന് നാത്ത് കിടക്കാ. അതിന് നമ്മൾ ആദ്യേ ഈലെ സിം അങ്ങോട്ട് ഊരച്ചാളും മോനെ, പിന്നെ എങ്ങനെ നമ്മളെ പിടിക്കാ? ഉപ്പച്ചിയെ ഓരോരോ ഫോണിലും IMEI നമ്പർ അതിൽ ഉപ്പാന്റെ സിം ഇട്ടാല് ഫോൺ ഉപ്പാന്റെ കയ്യിലാന്ന് ഏത് പോലീസുകാരനെ തിരിച്ചറിയാൻ പറ്റും. ഉപ്പ നിൽക്കുന്ന സ്ഥലം സ്പോട്ടിൽ ഒരു പൊക്കുകയും ചെയ്യും. എന്ത് വന്നാലും ഞാൻ ഈ ഫോൺ ആർക്കും കൊടുക്കൂല. എനിക്ക് നല്ല ഇഷ്ടായിക്കണ്. ഉമ്മച്ചിയെ നിങ്ങക്ക് ഈ ഫോൺ കൊണ്ട് ഗെയിമും കളിച്ചിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, വേറൊന്നും പറ്റിയല്ല. അപ്പൊ വേറൊന്നും ചെയ്യാൻ പറ്റൂല? ഇല്ല. പിന്നെ ആരാ ഫോണാ ചോൾക്ക് തിരിച്ചു കൊടുക്ക? വേറൊരു വഴിയില്ല. രാവിലെ തന്നെ മനുഷ്യനെ കൊതിപ്പിച്ച് കായ് കൊടുത്ത് വാങ്ങിയ മീനും ചീഞ്ഞുപോയി. അതിന്റെ ഓണായിരിക്കും വിളിക്കുന്നേ. ഉള്ള കാര്യം തുറന്നു പറയും അവരോട്. ഇത് കൊടുക്കാൻ ഞമ്മക്ക് തോന്നുന്നില്ല. ഉമ്മച്ചിയെ നമ്മളെ ഫോണാണ് ഇങ്ങനെ വീണു ഏതെങ്കിലോ എന്തായിരിക്കും നമ്മളെ അവസ്ഥ? ഇപ്പത്തെ കാലത്ത് ഫോണിലാണ് മുഴുവൻ കാര്യങ്ങളുള്ളത്. അത് പോയാ ഭയങ്കര കഷ്ടപ്പാടാ. കൊടുക്കേ. ഇങ്ങനെയല്ലേ മോനെ? അങ്ങനെ തന്നെ. ഹലോ
ജ്യോതികുമാർ അല്ല, ഇത് MAT മൂസയാണ്. ജ്യോതികുമാറാ? അല്ല, പേര് മാറ്റി പറ്റിക്കല്ല. ഞാൻ വരാൻ പറഞ്ഞോ? എവിടേക്ക്? ഒളിച്ചോടാനോ? എന്നിട്ട് നിങ്ങൾ പേടിയല്ലേ? റെയിൽവേ സ്റ്റേഷനിലോ? അല്ല, ഇങ്ങക്ക് തിരിച്ചു പോകാനല്ലേ? പോവൂലേ? കത്തെഴുതിച്ചു പോന്നാ? എന്തു പറഞ്ഞാലും മനസ്സിലാവില്ലെന്ന് വെച്ചാല്, എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യ്, MAT മൂസന്റെ വീട്ടിലേക്ക് പോരി. വെങ്ങേരി എങ്ങാണെന്ന് ചോദിച്ചാൽ മതി, പറഞ്ഞുതരൂ. ആ അങ്ങോട്ട് പോരി. ഇതൊരു ജ്യോതികുമാറിന്റെ ഫോണാ. ഓനും ഓന്റെ കാമുകിയും ഒളിച്ചോടാനുള്ള പാച്ചല് വീണുപോയതാ. ഓളോട് ഞാൻ ഇങ്ങോട്ട് പോരാൻ പറഞ്ഞിട്ടുണ്ട്. ഓള് ഇവിടെ വന്നിട്ട് എന്താക്കും മൂസക്കായി? ജ്യോതികുമാരൻ വരണ്ടേ? ഓള് വന്നാ ജ്യോതികുമാർ വരുമല്ലോ, നമുക്ക് ഓളോട് ചോദിക്കാലോ. രാവിലെ തന്നെ മനസ്സിൽ ചെയ്താൻ കയറി. മക്കളെ, ഒരുപാട് നന്ദിയുണ്ട്. നോ മെൻഷേ. 2 പ്രേമബിദിനങ്ങളെ കൂട്ടി യോജിക്കാന്ന് പറഞ്ഞാ അതിനോളം നല്ല കാര്യമോ ഈ ദുനിയാവിൽ വേറെന്താ ഉള്ള പാത്തു? പാത്തുവോ ഏതാ വെക്ക്? അത് വലിയ വിലയുള്ള സാധന, ഇടക്കിടക്കെടുത്ത് നോക്കണത്. ആളിയെ പുതിയ ഫോണൊക്കെ വാങ്ങിയോ? ചെലവുണ്ട്. മോനെ, ഇത് ഫോണല്ല, പുലിവാലാണ്. പുലിവാലോ? ആ, മൂസക്കായിക്ക് രാവിലെ വീണിട്ടിയ ഫോണാണിത്. ഹീന നോക്കിയുള്ള കുത്തിരിപ്പ് തുടങ്ങിയിട്ട് നമ്മൾ കൊറേ നേരായി. നോക്കട്ടെ, ഇതെനിക്ക് തരുന്നോ? നല്ലൊരു വില ഞാൻ അങ്ങ് തരാം. 3000 ഉറുപ്യ. എങ്ങനെയാ? ഈ മനുഷ്യന്റെ തല മുഴുവൻ ചളിയല്ലേ? ദാ, ഈ ഫോണിന്റെ ഉടമേന്റെ കാമുകില്ലേ, ഇപ്പൊ അങ്ങോട്ട് വരൂ. കാമുകിയോ? ആ, അതൊന്നും ശരിയാവില്ല താത്ത. ഈ ഫോണിന്റെ യഥാർത്ഥ അവകാശം വരാതെ ഇത് കൊടുക്കരുത്. ഈന്റെ മുതലാളിനെ വിളിക്ക്. എടോ, ഓന്റെ ഫോണല്ലേ ഇത്? അപ്പൊ ഓൻ എങ്ങനെയാ സുക്കുറെ വിളിക്കുക? ഓനാണെങ്കിൽ ഈന്റെ അകത്തേക്ക് വിളിക്കണൂല്ല. അന്നപ്പോ പുലിവാലായോ? എന്തേലും ചെയ്യുന്നതിന് മുമ്പേ എന്നോടൊരു വാക്ക് ചോദിക്കേണ്ട താത്ത. ഈ താത്ത ഈ ഫോണിനൊരു 30,000 ഉറുപ്പെങ്കിലും വില വരും. പഠിച്ചോനെ, 30,000? പതിരങ്ങളെ. ആ, ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഇത് ഞാൻ എടുക്കാം. ഓൻ വരുമ്പളേ എന്നെ വന്നൊന്ന് കാണാൻ പറയും. നല്ലൊരു കമ്മീഷൻ വാങ്ങിച്ചിട്ടേ ഇത് കൊടുക്കാൻ പറ്റുള്ള അളിയാ. സുക്കൂറെ, അനക്ക് ബുദ്ധിണ്ട്. ഇന്റെ അഞ്ചനല്ലേ, പിന്നല്ലാതെ ഇത്രയും വിലയുള്ള ഒരു ഫോണ് നമ്മളൊരു പോറിലേൽപ്പിക്കാണ്ടാണ് കൊടുക്കണത്. അതിന്റെ കൂലി വാങ്ങണേന് ഒരു തെറ്റൂല. അതാ പറഞ്ഞത്. എത്ര വാങ്ങിക്കണം? 5 കുറഞ്ഞു പോയോ? സുക്കൂറെ, ആ ഇടുക്ക് നിന്റെ കാര്യം മണി പോലെ പറഞ്ഞു കൊടുക്കേ. അനക്കെന്താണ് ഫോൺ എടുത്താല്? ഈ കൊറേ കാലായി മുങ്ങി കിടക്കുന്നു. തരാനുള്ള കായ് അണപ്പായി വിടാണ്ട് ഇന്ന് തന്നിക്കില്ലെങ്കിൽ അന്റെ കൈയും കാലും ഞാൻ പെട്ടു. ആരെ ഫോണാ? അച്ഛന്റെ ഫോണ് അന്നെ കൈ കിട്ടടാ. ഇത് നിങ്ങൾ വിചാരിച്ച ആളല്ല. അതറിയണമെങ്കിൽ MAT മൂസന്റെ വീട്ടിൽ വന്നാ മതി. വേങ്ങേരി ആ റോട്ടിൽ ആരോടെങ്കിലും ചോദിച്ചാ മതി. ഇന്നപ്പടി ഇത്താത്ത, ആ ഫോൺ നമുക്ക് വെക്കണ്ട. അത് ശരിയാവൂല. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. അല്ല സുക്കുറെ, ആരാ എന്നോട് സംസാരിച്ചിനി? എന്തായാലും ഭയങ്കര സ്നേഹമുള്ള ഒരാളാളിയാ. ഈ ഫോണിന്റെ ഉടമസ്ഥൻ ഭയങ്കര തങ്കപ്പെട്ട സ്വഭാവമുള്ള. ഓ പൈസ പറ്റിയ ചാളേ ഇങ്ങോട്ട് വരുന്നുണ്ട്. അല്ല സുക്കൂറെ, എന്തിനാടോ ആ പണിയെടുത്തത്? അന്നേരം എനിക്ക് അങ്ങനെ പറയാനെത്താത്ത തോന്നിയേ. ഇത്താത്ത ഒന്നുകൊണ്ടും പഠിക്കണ്ട. ഞാനേ ഒരു വടിവാളുമായിട്ട് ഇപ്പ വരാം. എടാ ചെങ്ങായി, ഈ ആള് ഉസാറാണല്ലോ. ഇങ്ങോട്ട് കൊടുത്തേരി. ഇനി ഇത് ഇവിടെ അധികം വെക്കണ്ട, ഞമ്മക്ക് എറിഞ്ഞോ. ഹലോ ചേട്ടാ, ഇന്ന് കോളേജ് അടയ്ക്കും. ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു പ്രൊജക്ട് വർക്ക് ഉണ്ടെന്ന് കള്ളും പറഞ്ഞു. എത്ര കാലായി കാണാന്ന് പറയുന്നു. എനിക്ക് കാണാൻ കൊതിയായി. ഞാൻ എവിടേക്കാ വരേണ്ടത്? ഈ ഒരു പണി ചെയ്തോ, ഈ MAT മൂസന്റെ വീട്ടിലേക്ക് വാ. വേങ്ങേരി ഇറങ്ങിയിട്ട് ആരോടും ചോദിച്ചാൽ മതി. വൈ ഒരു പറഞ്ഞു തരൂ. താങ്ക്സ് ഉമ്മ. പാത്തുവോ, ഇവൻ തരികടയാ. കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയപ്പോ വിളിച്ചെന്നെ. ഓള് ഒരു 5-8 ഉമ്മ. അതല്ല, ഇവനെ കണ്ടുപിടിച്ചിട്ടാ ഞമ്മക്കിനൊരു വിശ്രമുള്ളൂ. പാത്തുവോ, ഓൻ വിളിക്കണോ നോക്കി നിങ്ങള്. പാത്തുവോ, വീഡിയോസ് ഒക്കെ ഒന്ന് തപ്പി നോക്കാം.
എപ്പോ ആരില്ലല്ലോ അല്ലാ എന്തപ്പോ ഇതെന്താണിത് അമ്മൻ്റെപ്പോ പിടുത്താണ്ടുണ്ട് എന്റെ മെമ്മറി കാർഡ് പോയി ഉണ്ടാഞ്ഞ് റിസ്വാനെ അന്നോട് ആരാ ഈ ഫോൺ എടുക്കാൻ പറഞ്ഞേ അല്ല അന്നോട് ആരാ ഈ ഫോൺ എടുക്കാൻ അല്ല പറഞ്ഞേ അത് എന്താ ഈ കാണുന്ന അതിന്റെ അകത്ത് ഒന്നുമില്ല വെറുതെ വീഡിയോ ഒക്കെ നോക്കാണ് വീഡിയോ ഒക്കെ ഉണ്ട് അതിന്റെ അകത്ത് ആ ഞാൻ നോക്കാം അല്ല ഉപ്പച്ചി കാണണ്ട അല്ല നമ്മള് കണ്ടാല് അല്ല ഇങ്ങോട്ട് കാണണ്ട കൊണ്ടാ കള്ള സുഹൃത്തെ ഇനി മേലി ഫോണ് കയ്യോട്ട് തൊട്ട് പോരുത് പോടാ അവിടുന്ന് ഇറങ്ങി പോടും അയ്യയ്യേ പഠിച്ചോനെ ഇന്നത്തെ എങ്ങനെ ഓഫാക്കില്ല നീ ദേ സമൂസ കൈ വിടാ. ഒന്നുമില്ല ആ, നോക്കട്ടെ, ഒന്നുമില്ല നോക്കട്ടെ. കാണിക്ക് നിങ്ങൾ ദേ ഇവിടെ ഒച്ചപ്പാട് ഉണ്ടാക്കിയെന്ന്. ചമ്മോ, യാ ഹൗല കൂത്താ പൊയ്ക്കോ പോടുന്ന് പൊയ്ക്കോ പഠിച്ചോനെ ഔ ഓ എന്റെ മാനം പോയിനിപ്പോ എടാ ചെങ്ങായി അന്ന നമ്മളെ കൈ കിട്ടു ജ്യോതിഷ് കുമാരാ ഇതിനൊക്കെ നമ്മൾ പകരം ചോദിക്കും അന്നോട് നമ്മൾ പകരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ MAT മൂസയല്ലടാ ജ്യോതികുമാറ് എല്ലാരോടും കൂടിയാണ് പറയാ ഇനി വീട്ടിൽ ആരെങ്കിലും ഈ മൊബൈൽ എടുത്താല് കൈ ഞാൻ പറ്റൂ മൂസക്ക 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 എന്തേ സുശീല എന്ത് പറ്റി അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? അറിഞ്ഞാ പിന്നെ അന്നോട് ചോദിക്കൂ മാനം പോയി മൂസക്ക. എന്റെ കട്ടിയുള്ളൊരു അനിയത്തില്ല. ഏത് ഗൾഫിലുള്ള രമേശന്റെ? രണ്ട് കുട്ടികളും ഡോക്ക്. രണ്ട് കുട്ടികളുള്ളതൊക്കെ ഒരു പ്രശ്നമാണോ സുശീല? ഇവിടല്ലേ രണ്ട് കുട്ടികൾ? ആ കുട്ടികളെ പോലും ഓൾ ഓർത്തില്ല മൂസക്ക. ഓ എന്റെ സുശീല, അടുക്കള പണീന്റെ നേരത്തെ ഈ കുട്ടികളെ നോക്കാനൊന്നുള്ള നേരം കിട്ടിയാൽ ആ ഒന്നൊരു പ്രശ്നേ ആക്കേണ്ട കാര്യല്ല. അതല്ല, ഓള് പോയി. എവിടേക്ക്? ഓളെ ചെക്കൻ്റെ കൂടെ. അതിന് രമേശിനെ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്ന് അതേതല്ല നന്നായി സുശീല. കൊറേ കാലമായിട്ട് ഒരു അക്കരെ ഇക്കരെ ആണല്ലോ, ഇപ്പൊ രണ്ടാൾ കൂടി ഒരു കരയിലായില്ലേ? രമേശന്റെ കൂടെ അല്ല ഓള് പോയത്, ഒരു ജ്യോതികുമാറിന്റെ കൂടെ. ആ പേര് നമ്മൾ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. ഫോൺ വഴി പരിചയപ്പെട്ടതാ. ഊണ് ഉറക്കൊന്നുമില്ലാണ്ട് വിളിയോട് വിളിയായിരുന്നില്ലേ, ഇപ്പോഴാ അറിയുന്നത്. എന്നാലും കുട്ടികൾ ഉപേക്ഷിച്ചോള് പോയല്ല മൂസക്ക. രമേശനോട് ഞാൻ ഇനി എന്താ പറയാ? ഇപ്പൊ ഒന്നും പറയണ്ട. ഓളെ പേര് പവിയെന്നല്ലേ? ഓളെ കെട്ടിയോന്റെ പേര് ജ്യോതികുമാർ. ജ്യോതികുമാർ തന്നെ അവള് കത്തിൽ എഴുതി വെച്ചത്. പക്ഷെ അതല്ലേ രസം, ഓൾ ഇതുവരെ തമ്മിൽ കാണാത്ത ഒരുത്തന്റെ കൂടി അവള് പോയത്. പിടികിട്ടി. ഓളല്ലേ മൂസക്കായെ നേരത്തെ വിളിച്ചത്? ഓള് മൂസക്കാനെ വിളിച്ച എനക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല. ഈ ഒന്നുകൊണ്ട് പേടിക്കണ്ട സുശീല. വൈകുന്നേരം ആകുമ്പോ ഓളെന്റെ പേരിലെത്തും. വെയിറ്റ് ആൻഡ് സീ സുശീല. അടുത്ത മാരനെ വിളിക്കണേ. അടുക്ക്. ഹലോ, ആ മൂസയാണ്, MAT മൂസയാണ്. ആ ജ്യോതികുമാറാ? ആ നിങ്ങളെ ഫോൺ നമ്മളെ കൈമലുണ്ട്. നിങ്ങളല്ലേ ഞമ്മള് തപ്പി നടക്കണത്. നിങ്ങളൊരു പണി, വേങ്ങേരി ഇറങ്ങിയിട്ട് MAT മൂസന്റെ വീട് ചോദിച്ചാൽ മതി, ആരും പറഞ്ഞു തരും. നമ്മള് ഫേമസ് അല്ലേ? ആ ഞാൻ വേമ്പരി. ഇപ്പൊ എല്ലാരും കിട്ടി പാത്തു. ഏ ചായക്കുള്ള കടിയും പാലൊക്കെ റെഡിയാക്കി വെച്ചോ. നമുക്ക് എല്ലാരും സൽക്കരിക്കണ്ടേ? മൂസക്ക, ഉമ്മക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ മനസ്സമാധാനായിട്ട് പെരെ പോയിക്കോ. വൈകുന്നേരം ആകുമ്പോ പവയാൻ വീട്ടിലെത്തും. വീട്ടിലെത്തുന്ന് ഓനേം തിരിഞ്ഞില്ല. തിരിയണ്ടോന് തിരിയൂ, അല്ലാത്തോ നട്ടം തിരിയൂ. ഓൻപ നട്ടാ തിരിയണേ.